ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യം ചോദിക്കുകയാണ്, അമ്മയുടെ അഭിപ്രായം എന്താ? ഇപ്പം ഏട്ടത്തിയെക്കുറിച്ച് ഏട്ടത്തി എന്തെങ്കിലും ഒരു പരാതിയും പരിഭവവും അമ്മയെക്കുറിച്ച് പറഞ്ഞോ? അത് കേട്ടിട്ടാണ് സോന കയറി വരുന്നത്. ചായയുമായിട്ടാണ് സോന വരുന്നത്. അപ്പോൾ സോന പറയാൻ മാത്രം പ്രശ്നങ്ങളൊന്നുമില്ല. ഏട്ടത്തിയെ ഇപ്പോൾ ഈ വിശാലും ഈ പറയുന്ന രണ്ടുപേരും വന്നിട്ട് ഏട്ടത്തിയെ ഇപ്പോൾ ആ കതിർമണ്ഡപത്തിൽ വെച്ച് അമ്മയല്ലേ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ എന്ത് കുറ്റമാണ് അമ്മയെക്കുറിച്ച് പറയേണ്ടത്? അത് പറയും സത്യേട്ടാ എന്ന് ചിരിയോടുകൂടി സത്യൻ മിണ്ടാതെ നിൽക്കണം കേട്ടോ. അമ്മയും നന്ന് മകളും നന്ന് എന്നുള്ള കണക്കിൽ നിൽക്കണ്. പിന്നീട് പറയണേ, എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടില്ല എന്നാണോ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അത് കേട്ടോടെ തന്നെ അതെ, ഞങ്ങൾ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല, മുന്നുള്ളതൊക്കെ മുമ്പ് കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ അത് എടുത്തിട്ട് പറയുന്നതിൽ എന്താ അർത്ഥം? ഇനിയുള്ളത് എങ്ങനെയെന്നുള്ളതല്ലേ. കാരണം ഇന്ദ്രേട്ടൻ ഏട്ടത്തിയെ സ്വീകരിച്ചപ്പോൾ അമ്മ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നെങ്കിൽ ഏട്ടത്തിക്ക് ഇപ്പോൾ ഈ പറയുന്ന അമ്മയോടും എന്നോടും ഇപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഇപ്പം അമ്മയെ പറയുകയാണെങ്കിൽ നാത്തും പോലും ഞാൻ എടുത്തു എന്ന് പറഞ്ഞ് എന്നെയും കൂടി പറയുമോ എന്നൊരു ഭയം എന്നിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നല്ല ഏട്ടത്തിക്ക് വേണമെങ്കിൽ പ്രതികാരം ഇപ്പോൾ ചെയ്യാം. പക്ഷേ ഏട്ടത്തി ചെയ്യുന്നില്ല. ഏട്ടത്തി നന്നായി കുടുംബം കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നോക്കിയും കണ്ടു നിന്നാൽ എല്ലാവർക്കും നന്ദിയെന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പം അത് കേൾക്കുന്ന സോന പറയുന്ന സംഭവമൊക്കെ ശരി, നോക്കിയും കണ്ടുമൊക്കെ തന്നെ നിൽക്കുന്നത്. ഇപ്പോൾ ഏട്ടത്തി ചെയ്ത പ്രവൃത്തി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഏട്ടത്തിയുടെ ചില നേരത്തുള്ള അധികാര സ്വരങ്ങളുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അത് കേട്ട ഉടൻ തന്നെ സത്യം പറയണ അധികാര സ്വരങ്ങൾ ഉണ്ടാവണം, അല്ല പലതും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ അതൊക്കെ തോന്നലാണ് സോനേനിൻ്റെ. അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതല്ല, എല്ലാത്തിലും ഒരു കണക്കും കാര്യങ്ങളും ഉണ്ടാവുന്നതാണ്. പിന്നെ എല്ലാത്തിലും ഒരു കണക്കും കാര്യങ്ങളും ഉണ്ടാവണമല്ലോ. പഴയതുപോലെ അങ്ങ് ലെവലില്ലാതെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. എല്ലാത്തിനും ഒരു കണക്കും കാര്യങ്ങളും ഉണ്ടായെങ്കിലാണ് ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. അതും കണ്ട് സോനേനി എനിക്ക് നിന്നാൽ നന്നായി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന സുശീല പറയും, അത് ശരിയാണ്. അപ്പോഴേക്കും ഉടൻ തന്നെ സുശീല പറയുന്നുണ്ട്, ഇപ്പോൾ ഏട്ടത്തിയും ഇപ്പം നിൻ്റെ ഈ പറയുന്ന ഏട്ടനും കൂടി എന്തിനാ ഇപ്പോൾ ആ വിശാലും സ്നേഹയും കൂടി പുറത്തോട്ട് കൊണ്ടുപോയിരിക്കുന്നത്? അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ സത്യം പറയണം, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനുണ്ടാവും. അപ്പോഴേക്കും സോന, ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് എല്ലാം ചോദിക്കാനാണ് അവൻ കൊണ്ടുപോയിട്ടുള്ളത് എന്ന് സോന പറയുമ്പോൾ അത് തന്നെ ഇനിയിപ്പോൾ അവൾ അവിടെ ചെന്ന് കുറ്റം പറയുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ആദ്യമേ കയറി സുശീല പിടിക്കാൻ കേട്ടോ. ഒരു പക്ഷേ കുറ്റം പറയുമെങ്കിലോ. അപ്പോഴേക്കും സത്യനോട് പറയണ, അല്ല ഇനിയിപ്പോൾ അവരുടെ വീട്ടുകാരുമായി അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാനാണെങ്കിലോ എന്ന് സത്യനോട് സോന പറയുമ്പോൾ ഉടൻ തന്നെ സുശീല, എന്നാൽ നന്നായി, പിന്നെ പറയാൻ വാക്കുകളില്ല, അവരുടെ വീട്ടുകാരൊക്കെ കണക്കാ എന്നുള്ള ആ ലെവലിൽ സംസാരിക്കാൻ കേട്ടോ. ഇതേ സമയം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പേടിയുടെ മുനയിൽ രണ്ടുപേരും നിൽക്കുകയാണ്. ഈ പറയുന്ന സുശീലക്കും സോനയ്ക്കും ആകെ പേടിയാണ്. തന്നെയും അതുപോലെ തന്നെ അമ്മയെയും കുറിച്ച് കുറ്റം പറയുമോ എന്ന്. അപ്പോൾ സത്യം ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നലുണ്ട് ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സോന പറയാണ്, തെറ്റ് മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെയല്ലല്ലോ എന്നിങ്ങനെ സോന എൻ്റെ അമ്മയെയും അങ്ങ് വെളുപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഈ പറയുന്ന ഇന്ദ്രനെയും അതുപോലെ തന്നെ അനുപമയാണ്. അവരെ വിശാല സ്നേഹം ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രംഗമാണ്. അവരോട് എന്തൊക്കെയോ ചോദിക്കുന്നത്. അതിനിടയ്ക്ക് നിങ്ങളോട് ലാസ്റ്റായിട്ട് ഒരു ചോദ്യം ഒന്നേ ചോദിക്കാനുള്ളൂ, നിങ്ങളിപ്പോൾ ഈ ഡിവേഴ്സിലെത്താൻ കാരണം അതിനിടയിൽ വേറെ ആരെങ്കിലും ഇടപെട്ടതാണോ? അത് കേട്ട ഉടനെ അയ്യോ അങ്ങനെ ഇടപെട്ടിട്ട് ആരുമില്ല, ഞങ്ങൾ ഞങ്ങളുടെ സ്വയം ഇഷ്ടത്തിന് എടുത്തു, പിന്നീട് സ്വയം ഇഷ്ടത്തിന് തന്നെ ഞങ്ങൾ ഒന്നാമൻ തീരുമാനിച്ചു. ചില തെറ്റിദ്ധാരണകൾ അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അറ്റ്ലീസ്റ്റ് അമ്മായിമ്മ പോരി എന്നൊക്കെ പറയില്ലേ എന്ന് പറയണ്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ ഇവരിങ്ങനെ പകച്ചു നിൽക്കണം. അപ്പോഴേക്കും ഇന്ദ്രൻ ഓടി വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ അവിടെ സുശീലയെ എന്ത് പറയണമെന്ന് അറിയാതെ ചെറിയൊരു പതർച്ചയോടുകൂടി അനുഭവം നിൽക്കുമ്പോൾ, അല്ല അമ്മായിമ്മ പോരെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോൾ അത് കേട്ടോടെ തന്നെ അയ്യോ ഇന്ദ്രേട്ടൻ്റെ അമ്മ ഒരു പാവമാണ്, അവർ ഗൗരവത്തോടു കൂടി സംസാരിക്കും, അത് ശരി തന്നെയാണ്, അവരുടെ സാഹചര്യം കൊണ്ട് അവർ അങ്ങനെ ആയിപ്പോയതാണ്, അങ്ങനെയുള്ളതാണ് മക്കളെ വളർത്തിയത്. മക്കളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇന്ദ്രേട്ടനോടാണ് അമ്മക്ക് സ്നേഹം. ആ ഒരു സ്നേഹം എനിക്കും തരുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ പിരിയാനുള്ള കാരണം ഈ പറയുന്ന ഇന്ദ്രേട്ടൻ്റെ അമ്മയൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതങ്ങ് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ഇന്ദ്രൻ തൻ്റെ പെണ്ണിനെ, അതായത് അനുപമയെ ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കുകയാണ് കേട്ടോ. തനിക്ക് വാക്കുകളില്ല എന്നുള്ള ആ ഒരു ലെവലിൽ ഇങ്ങനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ഇൻ്റർവ്യൂ ഞങ്ങൾ കഴിഞ്ഞു, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഈ പൂന്തോട്ടത്തിൽ വെച്ചാണ് ഞങ്ങളെല്ലാ ഇൻ്റർവ്യൂവും ചെയ്യാറ്. ഞങ്ങൾ ഓൺലൈൻ പരിപാടി എന്ന് പറയുന്നത് ഇടയിൽ വെച്ച് ഇങ്ങനെ ചെയ്യുന്നൊരു കാര്യമാണ്. ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്കായി കിട്ടിയാൽ രക്ഷപ്പെട്ടു. അപ്പോൾ അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണം, എന്തായാലും വിശാലെ നിങ്ങൾ ക്ലിക്കാവും, ഈ ഒരു വീഡിയോയോട് കൂടി ഫോട്ടോ ഇട്ടതിൽ നിങ്ങൾ ക്ലിക്കായില്ല, അതുപോലെ ഇതും അങ്ങനെ ക്ലിക്കാവും, നിങ്ങളുടെയും ജീവിതം പച്ച പിടിക്കട്ടെ ഞങ്ങൾ കാരണം എന്നൊക്കെ പറയണം. അങ്ങനെയാണെങ്കിൽ നന്നായി എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുകയാണ്.
പിന്നീട് കാണിക്കുന്ന മഞ്ചാടിയുടെ അടുത്ത് ചീരു വന്നിരിക്കുകയാണ്. അപ്പോൾ ചീരു ചോദിക്കുകയാണ്, മഞ്ചാടി എന്നാലും നീ ചെയ്തത് തീരെ ശരിയല്ല, ഇത് ശരിയല്ലാത്ത പരിപാടി തന്നെയാണ്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? അപ്പോൾ എന്താ നീ അച്ഛനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടോ, നിനക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് അച്ഛനോട് സംസാരിച്ചാൽ മതിയായിരുന്നില്ലേ? നീ അങ്ങനെയൊക്കെ അച്ഛനോട് സംസാരിക്കാൻ എന്താ കാരണം? ഞാൻ കോളേജിൽ പോകുന്ന വഴിക്ക് സുശീലാൻ്റിയെ കണ്ടു, അവിടെ വെച്ച് അവരിങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പം അത് കേൾക്കുന്ന ചീര് പറയുകയാണ്, നിനക്ക് ഇത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഇനി ഒരു പാഠം പഠിച്ചില്ലേ? സുശീലാൻ്റി എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ലേ? അല്ല ഇപ്പോൾ അനുചേച്ചിയെ തിരികെ വിളിച്ച് ആ വീട്ടിലോട്ട് താമസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ നന്നായിട്ടുണ്ടാവൂലേ എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ ചിരു പറയാണ്, അവരുടെ യഥാർത്ഥ മുഖം പുറത്ത് വരാൻ ഇനി ഇരിക്കുന്നേ ഉള്ളൂ, അത് ഇന്നല്ല കാണാൻ 2-3 ദിവസം കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾ അങ്ങ് മുന്നോട്ട് പോട്ടെ, അപ്പോൾ അവരുടെ സ്വഭാവം യഥാർത്ഥം എന്താണെന്ന് പുറത്ത് വരും. ഇപ്പോൾ പതുങ്ങിയിരിക്കുകയാണ്, ആരുടെ അടുത്തും പുറത്തെടുക്കാൻ പാകമില്ലാത്തത് കൊണ്ടാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അവരുടെ സ്വഭാവം പുറത്ത് കൊണ്ടുവരും, അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറയുന്നു കേട്ടോ. അതങ്ങ് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ മഞ്ചാടി ഇങ്ങനെ പതറാണ്. എന്തായാലും നീ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറഞ്ഞു. ആ പാവം മനുഷ്യനെ നീ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തരുത്, കാരണം ആ പാവം മനുഷ്യൻ പഞ്ചരത്നത്തിൽ തനിയാണ്. ആ പാവം മനുഷ്യൻ പഞ്ചരത്നത്തിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരോട് എന്ത് പറയണേ? ഞാനതിന് അച്ഛനോട് കാര്യങ്ങൾ ചോദിക്കണം. അവർ പറഞ്ഞത് അച്ഛനെ അല്ലാതെ എനിക്ക് ആരെ അറിയിക്കാനാണ്? എൻ്റെ എല്ലാ മനസ്സും തുറന്ന് പറയുന്നത് ഞാൻ അച്ഛനോടാണ്. അച്ഛനോടെ അല്ലാതെ വേറെ ആരെ അറിയിക്കാൻ? എന്തായാലും നീ എന്നോട് പറഞ്ഞിട്ട് മതിയായിരുന്നു ഈ ഒരു തീരുമാനം മുന്നോട്ട് പോലെ. പിന്നെ നിനക്ക് അച്ഛൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നിന്നിലുണ്ടാവണം. നിൻ്റെ ഈ മുൻഷുണ്ടിയും എടുത്ത് ചാട്ടവും നിൻ്റെ ഗൗരവമൊക്കെ ഇങ്ങനെയൊന്നും പാടില്ല എന്ന് പറയണേ. അപ്പോൾ സോറി ചേച്ചി, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ അങ്ങ് പെരുമാറി. എന്നോട് സോറി ഒന്നും പറയണ്ട, ഇവിടെയുള്ളവർക്ക് നിൻ്റെ സ്വഭാവം അറിയുന്നതാണ്, അതുകൊണ്ട് സോറി ആരോടും പറയണ്ട. എന്തായാലും ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരുന്നാൽ നന്നായി, പ്രത്യേകിച്ച് ആ സുശീൽ ആൻറ്റിയുടെ വാക്ക് കേട്ടു എന്നും ചീരു പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ. പിന്നീടാണെങ്കിൽ സോനയാണ് കാണിക്കുന്നത്, അമ്മക്കും മകൾക്ക് യാതൊരുവിധ സമാധാനവും ഇല്ല. രണ്ടാളും തെക്കോട്ടും വടക്കോട്ടും നടക്കുകയാണ് ഇവരെ കാണാത്തതേ ചൊല്ലി. സുശീല പറയാണ്, എടി അവർ പുറത്തോട്ട് പോയിരിക്കുന്നത് നമ്മളുടെ കുറ്റങ്ങൾ പറയാൻ തന്നെ ആയിരിക്കുമോ? അപ്പോൾ സോന പറയണേ, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലില്ല, അനുചേച്ചി എന്തായാലും നമ്മളെ കുറ്റങ്ങൾ പറയായിരുന്നെങ്കിൽ ഇവിടെ വെച്ചാവായിരുന്നു, പക്ഷെ അവരത് പറയില്ല. അതിനല്ലടി ഇവിടെ വെച്ച് പറ്റില്ലെന്ന് കണ്ടിട്ടല്ലേ കൊണ്ടുപോയിരിക്കുന്നത്, അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ സുശീല പറയാണ്. അപ്പോൾ അത് കേൾക്കുന്ന സോന ഇല്ല എന്ന് പറയുമ്പോൾ എന്തായാലും മനസ്സിനൊരു ടെൻഷൻ എന്നിങ്ങനെ സുശീല പറയുന്നുണ്ട്. ആ സമയമാണ് കേട്ടോ വണ്ടി വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇന്ദ്രനെയും അനുപമയും കാണുമ്പോൾ ഇവരാകെ ഞെട്ടിപ്പോണം. അതെന്താ പിക്കപ്പ് ഉണ്ടല്ലോ എന്നിങ്ങനെ സോന ചോദിക്കുകയാണ്. അത് വിശാല സ്നേഹി നഴ്സറിയല്ലേ നടത്തുന്നത്, അവിടുന്ന് ഒത്തിരി പൂച്ചെടികൾ തന്നതാണ്. എന്തായാലും ശ്യാമവും സത്യനും ഉള്ളിലുണ്ടോ എന്ന് അനുപമ ചോദിക്കുകയാണ്. ശ്യാമേട്ടൻ വന്നിട്ടില്ല, എന്നാൽ സത്യം വായോ എന്ന് പറഞ്ഞിട്ട് സത്യനെ വിളിക്കുകയാണ്. അങ്ങനെ സത്യനും ഇന്ദ്രനും കൂടി ആ പൂച്ചെടികളെല്ലാം ഇറക്കി വെക്കുമ്പോൾ സുശീലയ്ക്ക് എന്ത് ഇൻ്റർവ്യൂ ആണ് അവിടെ നടത്തിയെന്ന് അറിയായിട്ട് തിടുക്കമായിരിക്കുന്നു. അല്ലാനു, നിങ്ങൾ ഇത്രയും നേരം അവരുടെ അടുത്ത് തന്നെയായിരുന്നു? അവരെന്താ ചോദിച്ചത്? സത്യത്തിൽ എന്തൊക്കെയാണ് അവർ ചോദിച്ചത്? അവരെന്തെങ്കിലും ചോദിച്ചോ എന്നൊക്കെ അനുവിനോട് ചോദിക്കുമ്പോൾ വിച്ചുമോൻ ഇങ്ങ് വാ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കൊഴിയാണ് കേട്ടോ. അപ്പോഴേ അനുഭവം പറയണ പലതും ചോദിച്ചാലേ കുടുംബത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് അമ്മയെക്കുറിച്ച് ചോദിച്ചു, എന്നെക്കുറിച്ച് ചോദിച്ചോ? ഞാൻ അതും ഇതൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്ന് പറയണേ. അപ്പോൾ ഇന്ദ്രൻ പറയണ, വല്ലാതെ തിടുക്കം കൂട്ടണ്ട അമ്മേ, നാളെ എന്തായാലും രാവിലെ തന്നെ ആ വീഡിയോ പോസ്റ്റ് ചെയ്യും, അപ്പോൾ നമുക്കത് കാണാം എന്ന് പറയുന്നത്. അത് കേൾക്കുന്ന സുശീലക്കും ഇന്ദ്രനും സുശീലക്കും സോനക്കും ഒരുവിധ സമാധാനവും ഇല്ല കേട്ടോ. അപ്പോഴേക്കും അനുഭവം പറയണേ, സോന എന്തെങ്കിലും കഴിക്കാനുണ്ട്, എന്താ ഉള്ളത്? ചപ്പാത്തി ഉണ്ടാക്കണം, എന്നാൽ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ. അല്ല, പ്രതിഭയെ കാണുന്നില്ല, പ്രതിഭ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. പ്രതിഭയ്ക്ക് അമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞതിൽ അവൾ തലവേദനിച്ച് കിടക്കുക എന്ന് പറയാം കേട്ടോ. എന്തായാലും സോന ഞാനങ്ങ് വരാം, പ്രതിഭയെ വിളിക്കണമെന്ന് സത്യം ചോദിക്കുന്നുണ്ട്. അത് വേണ്ട, ഞാനും സോനയും കൂടി ചപ്പാത്തി ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് പോകുന്നൊരു രംഗമാണ്. പിന്നീട് കാണിക്കുന്ന ഇന്ദ്രൻ സുശീലയാണ്. അപ്പോൾ സുശീല വിച്ചുമോനെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ എടി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമോ എന്നിങ്ങനെ സുശീല ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സോന പറയണം, ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അമ്മേ, എന്തായാലും അനുചേച്ചി ഇപ്പോൾ പൂച്ചട്ടികളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരിക്കുന്ന കണ്ടില്ല, അതുപോലെ പൂന്തോട്ടം പോലെ ആക്കാനാണ് നമ്മുടെ വീട് എന്ന മൂപ്പരുടെ ചിന്ത. എനിക്കങ്ങനെ തോന്നുന്നു. അങ്ങനെ ആയാൽ നന്നായിരുന്നു. എന്തായാലും ഈ പൂന്തോട്ടത്തിൻ്റെ ഗേറ്റ് അടയ്ക്കേണ്ടി വിച്ചുമോനെ, വാ നമുക്ക് ഗേറ്റ് അടയ്ക്കാമെന്ന് പറഞ്ഞ് സുശീല പോവുകയാണ് കേട്ടോ. മനസ്സമാധാനമില്ല. എന്നാൽ ഈ സമയം ഇന്ദ്രൻ ഇങ്ങനെ ചിരിച്ചും കൊണ്ട് അനുപമ പറഞ്ഞ ആ വാക്കുകൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇപ്പുറത്തെ അനുപമ കുഞ്ഞിനെ ഉറക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ. ഇതാണ് ലാസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന എപ്പിസോഡ് കേട്ടോ.